ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും മഹത്വപൂർണ്ണമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്, അതായത് ഏത് വഴി ചൂസ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ. അതായത് രണ്ട് കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അതിൽ ഏത് കാര്യം ചൂസ് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇതുവഴിയെ പോകണോ അതുവഴിയെ പോകണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷനാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് ഈശ്വരൻ പറയുന്നത്. അതായത് ഒരു വ്യക്തി ഇങ്ങനെയുള്ള സ്ഥിതിയിൽ സ്റ്റക്കായിട്ടിരിക്കുക, അവിടെ അവർക്ക് ഒരു രീതിയിലും ഒരു ക്ലാരിറ്റി ലഭിക്കത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിങ്ങളുടെ ഭാവി റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിന്ത അലട്ടുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. സുരക്ഷയുടെ അഭാവം നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മുന്നിൽ ഒരു മതിലുള്ളതായിട്ട്, ആ മതിലിനപ്പുറം നിങ്ങൾക്ക് ഒരു വഴിയില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് അങ്ങനെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു വഴി കിട്ടുന്നില്ല, അങ്ങനൊരു അവസ്ഥയാണ് നിങ്ങളുടേത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ സമയം റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അലട്ടുന്നുണ്ട്. കാരണം സമയം നിങ്ങളെ പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുന്നില്ല ഞാൻ ഏത് വഴി പോകണം ഏത് വഴി പോകണ്ട എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായിട്ടുള്ള അവസ്ഥ. ഈ ഒരു കാര്യം ഒരു പാറ്റേണിൻ്റെ രൂപത്തിൽ 2020 തൊട്ട് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മേലാണ്, എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളുടെ മേലാണ് എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പോലെ തോന്നുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എത്ര തന്നെ ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ സെൻട്രലിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2020 ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടി, നിങ്ങളുടെ കഠിനാധ്വാനം കൂടി നിങ്ങൾക്ക്. പക്ഷെ എത്ര കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ 5 പേര് ചെയ്യാനുള്ള ജോലി ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അത്രമാത്രം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ചെയ്തിട്ടും ആൾക്കാർ നിങ്ങളെ ഒരുമാതിരി എന്താ പറയുക, നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ശാപവാക്കുകൾ പറയുന്നു. അതായത് എത്ര റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്താലും നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ ഒരുമാതിരി പറയുന്നു. ഇവിടെ ഒരു വ്യക്തിയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ശരിയായിട്ട് പോയിട്ടും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ സ്വന്തം ആൾക്കാർ തന്നെ. ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിനോട് എപ്പോഴും ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദൈവമേ, ഞാൻ എപ്പോഴും ശരിയായ വഴി കൂടെയാണ് പോകുന്നത്, എന്നിട്ടും എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ തെറ്റ് ആണ് ചെയ്യുന്നത്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവർ അബദ്ധം വച്ചാൽ പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവരുത് ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളുടെ നന്മയിൽ പോലും ആൾക്കാർ ചോദ്യവുമായിട്ട് വരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും മഹത്വപൂർണ്ണമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ചോദ്യമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ രാശി അനുസരിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ജോത്സ്യനോട് പോയി ചോദിക്കുന്നുണ്ടായിരിക്കാം, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഇവിടെ എന്തായാലും ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു മതിൽ പോലെ ഒരു മറ ഉണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇനിയും നല്ല കാര്യങ്ങൾ ബാക്കിയുണ്ട് നടക്കാനെന്ന്. ചില ആൾക്കാരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആക്കുന്നതാണ് ദൈവം. അതായത് ഒരു വ്യക്തി കള്ളമാണോ അതോ നല്ലതാണോ എന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആക്കും ദൈവം. അതായത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി, അതായത് കണ്ണുമടച്ച് വിശ്വസിച്ച വ്യക്തി കള്ളമാണോ അതോ നല്ലതാണോ എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകും. കൂടാതെ നിങ്ങളെയും അതിനുള്ള ആ ഒരു യോഗ്യരാക്കി മാറ്റാൻ വേണ്ടിയും കൂടെയാണ് ദൈവം ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആക്കുന്നത്. അതായത് ആരെയും ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് നിങ്ങളെയും യോഗ്യരാക്കണം ദൈവത്തിന്. ഇങ്ങനെ ആയാൽ മാത്രമേ എന്തെങ്കിലും ബ്ലെസ്സിങ് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങൾക്കതിനെ കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇങ്ങനെയാണ്. അതായത് പ്രാക്ടിക്കലായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തീരുമാനം എടുക്കുന്നില്ല, അവിടെ നിങ്ങൾ ഇമോഷണൽ ആകുന്നു.
ഇവിടെ 2020ക്ക് ശേഷം നിങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി തരും. അതായത് ഈ വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഈ വ്യക്തി നിങ്ങളെ വീണ്ടും വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വീണ്ടും അവിടെ വിശ്വസിച്ച് ആ വ്യക്തിയുടെ വലയിൽ വീഴും. അപ്പോൾ അതിനും കൂടിയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെയെങ്കിലും നിങ്ങൾ നല്ല വ്യക്തി ഏത്, മോശം വ്യക്തി ഏതെന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടും അവരുടെ ആ ഒരു തെറ്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ, ആ വ്യക്തി മുന്നോട്ട് പോയിട്ട് വലിയ ഒരു തെറ്റ് ചെയ്ത് അതിനുള്ള ശിക്ഷ നേടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ഒരു വ്യക്തി അവരുടെ തെറ്റ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാളെ അവർ ഈ ഒരു തെറ്റ് ചെയ്യത്തില്ല. അതിനു വേണ്ടിയാണ് അവർ ഇപ്പോൾ ഈ തെറ്റ് അംഗീകരിച്ചതെന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടും അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ വീണ്ടും അവർ വലിയ തെറ്റിലേക്കാണ് പോകുന്നതെന്നാണ് അർത്ഥം. ഇവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടും നിങ്ങളോട് പറയണം അവരൊരു തെറ്റും ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മുന്നോട്ട് പോയിട്ട് വീണ്ടും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ചതി ലഭിക്കും എന്നാണ്. ഒരു ചതി ചെയ്യുന്ന വ്യക്തി വീണ്ടും വീണ്ടും ഉറപ്പായിട്ടും ചതി ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സക്സസ് സ്വന്തമാക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ നിന്ദിക്കുന്നവർ, നിങ്ങളെ തടസ്സപ്പെടുത്തുന്നവർ നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു സക്സസ് കണ്ട് അത്ഭുതപ്പെടുന്നതാണ്. എനിക്കറിയാം ഒത്തിരി ആൾക്കാർ നിങ്ങളോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്ന്. അവർ നിങ്ങളെ നിന്ദിക്കുന്നു, നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരോട് പറയുന്നു. പക്ഷേ ഇന്ന് അവർക്കറിയത്തില്ല നിങ്ങൾ ഏതറ്റം വരെ മുകളിലോട്ട് പോകുമെന്ന്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഉയർച്ച കണ്ട് ഇവർ ഉറപ്പായിട്ടും അത്ഭുതപ്പെടുന്നതാണ്. ഇവിടെ ഈശ്വരനിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വേണ്ടി വലിയൊരു അച്ചീവ്മെൻ്റാണ് ഈശ്വരൻ കാത്തു വച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഇത്രമാത്രം പേടിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് തോന്നുമാ ഞാൻ ആവശ്യമില്ലാതെ അന്ന് പേടിച്ചു എന്ന്. ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ മുന്നിൽ ഒത്തിരി സമയമുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു ജോബില്ല, അങ്ങനെ ഒരു ജോലിയില്ല എന്നുള്ള രീതിയിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളെ ദൈവം സ്റ്റക്കാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. ഇപ്പോൾ ഈ ഒരു സ്റ്റക്കായിട്ടുള്ള സമയത്ത് പോലും നിങ്ങൾ അതിനെ ഉചിതമായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു രീതിയിലും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഹെർമിറ്റ് മോഡിലാണ് ഉള്ളത് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആരോടും അധികം സംസാരിക്കാതെ ഒറ്റപ്പെടലായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഹെർമിറ്റ് മോഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് 5 മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകുന്നോ ഇല്ലയോ അത് നിങ്ങൾ നോക്കണ്ട. 5 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ഉറപ്പായിട്ടും ചെയ്യുക. സെക്കൻഡ്, നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് നിങ്ങൾ നല്ലതായിട്ട് നോക്കുക. നല്ല എക്സസൈസ് ചെയ്യുക, നല്ല ആഹാരങ്ങൾ കഴിക്കുക. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അതായത് ചില ആഹാരങ്ങൾ നമുക്ക് കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഇവിടെ ലൈഫ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം തരുവാൻ റെഡിയായിട്ടിരിക്കുകയാണ് എങ്കിൽ അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇവിടെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലൈഫ് നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് ആണോ തരുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു സ്വപ്നമായി തോന്നാം, പക്ഷേ നമ്മുടെ ലൈഫ് എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ആ ഒരു ഭാഗ്യത്തിൽ എന്ത് രാജയോഗമാണ് ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. സമയമാകുമ്പോൾ നമുക്കത് ലഭിക്കും, അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സമയമാണ്. ഈ ഒരു സമയം നമ്മൾ കൂടുതലായിട്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മിറാക്കിൾ സംഭവിക്കുന്നതിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിശ്വസിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി വിശ്വസിക്കും മിറാക്കിൾ സംഭവിക്കും. ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു സമയം പല ആൾക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷനാണ്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ ശാന്തിപൂർവമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു എനർജി ഇങ്ങനെയാണ്. നിങ്ങളെ ആർക്കും ഇനി ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് അവരുടെ ആ ഒരു വാക്കുകളിൽ നിങ്ങൾ വീഴത്തില്ല. നിങ്ങളിപ്പോൾ ആ ഒരു മെച്യൂരിറ്റിയുടെ ആ ഒരു ലെവലിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളെ ആർക്കെങ്കിലും പറ്റിക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമായിരിക്കും. നിങ്ങളുടെ ബുദ്ധി അത്രയ്ക്ക് ഷാർപ്പായിരിക്കും ഇനി അങ്ങോട്ട്.
നിങ്ങൾ വളരെ ഇമോഷണലായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആർക്കും ഈസി ആയിട്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അത് ഈശ്വരനറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഷാർപ്പാക്കി വെക്കുകയും ഇനി ആരുടെയും ആ ഒരു ബ്രെയിൻ വാഷിൽ നിങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇത് ദൈവം ക്രിയേറ്റ് ആക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വിലപ്പെട്ട പല സമയവും മറ്റുള്ള ആൾക്കാരുടെ തെറ്റിലൂടെ ആ ഒരു വിലപ്പെട്ട സമയമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പോയി. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ചുമലിൽ ഒത്തിരി ഭാരമുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രിഷ്യസ് ഉള്ള ടൈമെല്ലാം വെറുതെ വേസ്റ്റായിപ്പോയി മറ്റുള്ളവർ കാരണം എന്നുള്ള ഭാരം ഇപ്പോൾ നിങ്ങളുടെ ചുമലിലുണ്ട്. നിങ്ങൾക്കത് ഫീലാവുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ഒരു ചേഞ്ചാണ് ഈ ഒരു ആൾക്കാർ കാണാൻ പോകുന്നത്. ആരൊക്കെയാണോ നിങ്ങൾക്ക് ഒത്തിരി ഭാരവും പ്രഷറും തന്നത്, അവർ നിങ്ങളുടെ ഒരു ചേഞ്ചാണ് ഇനി കാണാൻ പോകുന്നത്. കാരണം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിനപ്പുറം ഭാരം കൊടുത്തിട്ട് പിന്നെ ആ വ്യക്തി എന്താ ചെയ്യുക? ആ വ്യക്തി അപ്പോൾ വിചാരിക്കും എനിക്ക് കുറച്ചും കൂടെ ശക്തരാവണം, എനിക്ക് ഈ ഭാരവും പേറി നടക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തി കുറച്ചും കൂടെ ശക്തരായി മാറിയിട്ട് ആ ഭാരം എന്താണോ അത് താഴെ വെച്ചിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ എന്തോ ഒരു ചേഞ്ച് എന്തായാലും ഈ ഭാരവും കൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടാവണം. കാരണം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിനപ്പുറം പ്രഷർ കൊടുത്താൽ പിന്നെ ഏത് വ്യക്തിയായാലും പ്രതികരിക്കും. ഇവിടെ ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് ബുദ്ധിയും എല്ലാം ഞാൻ തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത് എന്ന്. ഇവിടെ കുറേ പ്രാവശ്യം നിങ്ങൾക്ക് മിസ്യൂസ് ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ നിങ്ങളെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. കുറേ പ്രാവശ്യം നിങ്ങൾ അവരുടെ വലയിൽ വീണിട്ടുമുണ്ട്. ഇവിടെ കഠോരത ആൾക്കാർക്ക് നിങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ സാധിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് ചിന്തിക്കും. അതായത് എൻ്റെ ലൈഫ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വളരെ ശാന്തിപൂർവ്വമായിട്ടുള്ള രീതിയിൽ ജീവിക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ ഒരിക്കലും മറ്റുള്ള ആൾക്കാരുടെ പാവയല്ല, എന്നെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ, അങ്ങനൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാകും. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് പ്രസിദ്ധി, വാല്യൂ, റെസ്പെക്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ദേഷ്യമുള്ളതായിട്ട്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെയും കാട്ടി മുന്നിൽ എനിക്ക് എത്തണം എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക, ഒരു മത്സരഭാവം മറ്റുള്ളവർക്ക് നിങ്ങളോട് എപ്പോഴും ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ ആ ഒരു വിജയം കണ്ടിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ദേഷ്യഭാവം വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല, നിങ്ങളെ എങ്ങനെയെങ്കിലും പിറകിലോട്ടാക്കണം, അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് അവർ. ഇവിടെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജിയിൽ ഉള്ളവരായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കൂടുതലായിട്ടും സംഭാവന ട്വിൻ ഫ്ലെയിം ജേണിയിൽ കൂടെ പോകുന്നവരെയാണ് ഈ കാണുന്ന കൂടുതൽ ആൾക്കാരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് എനർജി, ഈ രണ്ട് എനർജിയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ സംഘർഷങ്ങൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള എനർജിയാണ് ഈ രണ്ട് എനർജി. അതായത് നിങ്ങൾ കൂടിച്ചേരുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് പാർട്ട്ണറിൻ്റെയും ഭാഗത്തുനിന്ന് ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഘർഷം ഉണ്ടാകും, അവർക്ക് അവരുടേതായ സംഘർഷം ഉണ്ടാകും. അതിന് ശേഷമായിരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും ഭയങ്കരമായിട്ട് മോശമായിട്ട് വരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവർ സ്പിരിച്വൽ എനർജിയിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്ഷമാഭാവം കൂടുതലായിരിക്കും. ആരെന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്നവരായിരിക്കും ഇവർ. കാരണം ഈ ഒരു കാര്യം ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പരീക്ഷകൾ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു. പക്ഷേ ഒരു സമയം ഇങ്ങനെ വരുന്നു, അതായത് മാ പാർവതി ദേവി ഭദ്രകാളി അമ്മയായിട്ട് ട്രാൻസ്ഫർ ആയില്ല, അതേപോലെ നിങ്ങളിലും ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളോട് ആരൊക്കെ തെറ്റ് ചെയ്തു അവരെ എല്ലാം ശിക്ഷിക്കുന്ന ഒരാളായിട്ട് ഒരു ഭദ്രകാളിയുടെ ആ ഒരു ദേഷ്യം നിങ്ങൾക്കറിയാമല്ലോ, അസുരന്മാരെ മുന്നിൽ വരുമ്പോൾ ശിക്ഷിക്കുന്ന ആ ഒരു സ്വഭാവം, അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പ്രകൃതിയാണ് ഇവിടെ ഇങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളിൽ ഉണ്ടാക്കുന്നത്.
ഇവിടെ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു കൂടിച്ചേരൽ ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഒന്നിക്കണമെന്ന് നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരാണിപ്പോൾ അകന്നിരിക്കുകയാണ്. നിങ്ങൾ അതിന് ഒന്നു ചേരാൻ സഹായിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഭാഗ്യത്തിൽ നിങ്ങൾക്ക് ഒന്നു ചേരണമെന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നു ചേരുക തന്നെ ചെയ്യും. ഇനി ഇത് കാണുന്നവർ ഇതുവരെ മാരേജ് ആവാത്തവരാണ്, നിങ്ങളുടെ ആ ഒരു മാരേജ് ഇതുവരെ നടക്കുന്നില്ല, എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു തടസ്സം മാറി നിങ്ങൾക്ക് ശരിയായ ഒരു ആൾ, നിങ്ങളുടെ സോൾമേറ്റ് ആരാണോ അത് നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇപ്പോഴുള്ള ആ ഒരു ലൈഫ് ആയിരിക്കത്തില്ല ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, മെഡിറ്റേഷൻ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു മിനിറ്റെങ്കിലും അഫർമേഷൻ ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ആ ഒരു കഠിനാധ്വാനം ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബലം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ലൈഫിൽ അത് വർക്കാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് മിറർ നോക്കി പറയുക, ഇമാജിനേഷൻ ചെയ്യുക. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കൊണ്ട് തരും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്യുക. കാരണം എപ്പോഴാണ് നിങ്ങളുടെ ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇമാജിനേഷൻ ചെയ്യൂ, അഫർമേഷൻസ് പറയൂ, മിറർ അഫർമേഷൻസ് പറയൂ, അല്ലെങ്കിൽ വാട്ടർ അഫർമേഷൻസ് പറയൂ ഇതെന്ന്. ഈ ഒരു സമയം എന്ന് പറയുന്ന ഗോൾഡൻ ടൈം പോലെ ഒരു ടൈമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഈ ഒരു സമയത്തിലാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ മറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കുറേ ആൾക്കാരുടെ ആ ഒരു ലൈഫ് മാറാൻ വർഷങ്ങൾ എടുക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫ് ഒരു നിമിഷം കൊണ്ട് മാറും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതം മാറാൻ ചിലപ്പോൾ കുറച്ച് മാസം മതിയായിരിക്കും. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനിയെങ്കിലും ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ആ വിഷമങ്ങൾ മാറ്റൂ, റിലീസാക്കൂ. ഞാൻ അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പറയുന്നത്, നിങ്ങളുടെ ആ മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ ചുറ്റിലുമുള്ള ഒരു അവസ്ഥ അങ്ങനെയല്ല എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള എന്ത് മോശം അവസ്ഥയായിക്കോട്ടെ നിങ്ങളുടെ ചുറ്റിലും, അതിനെ ഇഗ്നോർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നെഗറ്റിവിറ്റി തോന്നാൻ ഞാൻ പറയുന്നത്, ബ്ലാക്കും ബ്ലൂവും അവോയ്ഡ് ചെയ്യുക, പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ 2 കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന അവോയ്ഡ് ചെയ്യുക. ലൈറ്റ് കളർ വസ്ത്രം നിങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഗ്രീന്, വൈറ്റ്, യെല്ലോ, ഇതൊക്കെ ധരിക്കാൻ ശ്രമിക്കുക. ഈ കളർ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കളർ ഞാൻ പറഞ്ഞു തരട്ടെ, പർപ്പിൾ നിങ്ങൾക്ക് വളരെ നല്ല ഒരു കളറാണ്. അതായത് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി ഈ കളർ ധരിക്കുന്നത് നല്ലതാണ്. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു അപ്പോഴെല്ലാം പർപ്പിൾ കളർ നിങ്ങൾ കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. വൈറ്റ് കളർ കൂടുതലായിട്ടും ധരിക്കാൻ ശ്രമിക്കുക, ക്രീം കളറും കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ വീട്ടിൽ നിങ്ങൾ വല കെട്ടാൻ നോക്കണം. വല ഉണ്ടെങ്കിൽ അതിനെ വല അടിച്ച് കളയുക. കൂടാതെ വസ്ത്രങ്ങൾ ഒരിടത്തും ഇങ്ങനെ വാരി വിതറിയിടാതെ അടുക്കി പറക്കി വയ്ക്കാൻ ശ്രമിക്കുക വസ്ത്രങ്ങൾ. വീട്ടിൽ പൊട്ടിപ്പോയ ഗ്ലാസ് ഐറ്റംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മാറുന്നതാണ്. ദക്ഷിണ പശ്ചിമ കോണിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആലത്തിൻ്റെ ഒരു കഷ്ണം ആലം വയ്ക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിൽ വച്ചാലും മതി. എന്നിട്ട് ഓരോ ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴോ ആ ഒരു ഉപ്പിൻ്റെ ആ പാത്രം മാറ്റിയിട്ട് പുതിയ ഉപ്പ് വയ്ക്കുക. ആലമാണെങ്കിലും അതേപോലെ ആ ഒരു കഷ്ണം ആലം ഒരാഴ്ച വച്ചിട്ട് പിന്നെ അത് കളഞ്ഞിട്ട് പുതിയത് വയ്ക്കുക. അതായത് കിഴക്ക് തെക്ക് ദിശയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.